നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ രാജ്യം മോചിതരായിട്ടില്ല. അപകടത്തിൻ്റെ കാരണത്തെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപകടത്തിനിരയായ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇവ ദില്ലിയിലെ ലാബിൽ പരിശോധിച്ച് വരികയാണെന്നും സർക്കാർ അറിയിച്ചു. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ പരിശോധിക്കുന്നതിലൂടെ അപകട കാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. വിമാന ദുരന്തങ്ങൾ എന്നും ലോകത്തിന് കണ്ണീര് മാത്രം സമ്മാനിക്കുന്നവയാണ്. എന്നാൽ ഭാഗ്യവശാൽ ഒഴിവായിപ്പോയ ദുരന്തങ്ങളുമുണ്ട്. വലിയ ദൂരം വേഗതയിൽ താണ്ടുക എന്ന കാര്യം വിമാനങ്ങളെ ഒഴിവാക്കി ചിന്തിക്കുക എന്നത് പ്രായോഗികമല്ല. കണക്കുകൾ പ്രകാരം അപകട സാധ്യത ഏറ്റവും കുറഞ്ഞ ഗതാഗതമാണ് വ്യോമഗതാഗതം. എങ്കിലും ഏതെങ്കിലും കാരണവശാൽ അപകടമുണ്ടായാൽ രക്ഷപ്പെടുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. കാരണം വിമാനം പറക്കുന്നത് 10,000 അടി ഉയരത്തിലാണ് എന്നത് തന്നെ. ഇത്രയും അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കെ വിമാനത്തിലെ ഇന്ധനം തീർന്നു പോകുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ഭയാനകമാകും അത്. അത്തരത്തിലൊരു സംഭവമാണ് എയർ കാനഡ 143 വിമാനത്തിൽ അന്ന് സംഭവിച്ചത്. 1983 ജൂലൈ 23 മോൺട്രയലിൽ നിന്നും എഡ്മണ്ടിലേക്ക് 61 യാത്രക്കാരും 8 ജീവനക്കാരും അടക്കം 69 പേരുമായി പറന്നുയർന്ന വിമാനം ലോക വൈമാനിക ചരിത്രത്തിലെ ഒരു ഏടായി മാറുകയായിരുന്നു. കണക്ക് കൂട്ടലുകൾ എല്ലാം പിഴച്ചപ്പോൾ പൈലറ്റുമാരുടെ മനസ്സാന്നിധ്യവും ഭാഗ്യവും തുണച്ചതുകൊണ്ട് മാത്രം യാത്രക്കാരെല്ലാം സുരക്ഷിതമായി നിലത്തിറങ്ങുകയായിരുന്നു. ഗിംലി ഗ്ലാഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനാപകടം ഇന്ന് പൈലറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പാഠ്യ വിഷയങ്ങളിൽ ഒന്നാണ്. തൂക്കമളക്കാനുള്ള 2 വ്യത്യസ്ത യൂണിറ്റുകളാണ് പൗണ്ടും കിലോഗ്രാമും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആർക്കും തന്നെ അറിയണമെന്നില്ല. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കിലോഗ്രാം ആയതിനാൽ പൗണ്ടിനെക്കുറിച്ച് മിക്കവർക്കും ധാരണ കുറവാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇന്ത്യയിലെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാമിൽ നിന്ന് പൗണ്ടിലേക്ക് മാറ്റിയാലോ? രാജ്യത്ത് മുഴുവൻ അളവ് തൂക്ക വ്യവസ്ഥയിൽ സമ്പൂർണ്ണ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. ഇത്തരത്തിൽ പൗണ്ടിൽ നിന്ന് കിലോഗ്രാമിലേക്ക് ഭാരമളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് മാറ്റാൻ കാനഡ എയർലൈൻസ് തീരുമാനിച്ചതാണ് പിന്നീട് 60-ലേറെ യാത്രക്കാരുടെയും 5 ജീവനക്കാരുടെയും ജീവൻ തുലാസിലാക്കിയത്. ടൊറൻഡോയിൽ നിന്ന് എഡ്മണ്ടിലേക്കുള്ള യാത്ര കഴിഞ്ഞ് പതിവ് പരിശോധനയ്ക്കായി എത്തിച്ച എയർ കാനഡ 143യിൽ 22,300 കിലോഗ്രാം ഇന്ധനം നിറയ്ക്കുവാനാണ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നത്. പൗണ്ടിൽ നിന്ന് കിലോഗ്രാമിലേക്കുള്ള മാറ്റം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന സമയമായിരുന്നു അത്. പരീക്ഷണാടിസ്ഥാനത്തിലായതിനാൽ തന്നെ എയർ കാനഡ തങ്ങളുടെ പുതിയ 767 ശ്രേണി വിമാനങ്ങളിൽ മാത്രമേ ഈ യൂണിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നുള്ളൂ. എയർ കാനഡ 143 എന്നത് 767 ശ്രേണിയിൽപ്പെട്ട വിമാനമായിരുന്നതിനാലാണ് ഇതിൽ നിറയ്ക്കേണ്ട ഇന്ധനത്തിൻ്റെ അളവ് കിലോഗ്രാം യൂണിറ്റിലാക്കി ജീവനക്കാർക്ക് നൽകിയത്. എന്നാൽ പരിശോധനാ ചുമതലയുള്ള ജീവനക്കാർ കിലോഗ്രാമിന് പകരം പതിവ് പോലെ പൗണ്ട് അടിസ്ഥാനമാക്കിയാണ് ഇന്ധനം നിറച്ചത്. പൗണ്ടിൻ്റെ ഏകദേശം ഇരട്ടിയാണ് കിലോഗ്രാം. അതുകൊണ്ട് തന്നെ 22,300 കിലോഗ്രാമിന് പകരം 22,300 പൗണ്ട് ഇന്ധനമാണ് നിറച്ചത്. ഇതോടെ വേണ്ടതിൻ്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനത്തിൻ്റെ ടാങ്കിൽ എത്തിയുള്ളൂ. അതായത് ഏകദേശം 10,215 കിലോഗ്രാം മാത്രം. പരിശോധനകൾക്ക് ശേഷം വിമാനത്തിൻ്റെ അടുത്ത യാത്ര ജൂലൈ 23 മോൺട്രയലിലേക്കായിരുന്നു. മോൺട്രയലിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഏകദേശം 41,000 അടി ഉയരത്തിൽ വിമാനത്തിൻ്റെ ഇടത് എഞ്ചിൻ പണിമുടക്കുന്നു. തുടക്കത്തിൽ എഞ്ചിൻ തകരാറാണെന്നാണ് കരുതിയത്. വൈകാതെ ഇന്ധനക്കുറവ് മൂലമാണ് എഞ്ചിൻ നിന്നതെന്ന് ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സൺ തിരിച്ചറിഞ്ഞു. ഒരു പൈലറ്റും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥ. സംയമനം വീണ്ടെടുത്ത ക്യാപ്റ്റൻ വിമാനത്തിന് മോൺട്രിയൽ വരെ എത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. ഇതോടെ ദ്വീപിൽ തന്നെയുള്ള വിന്നിപെഗ് വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് 41,000 അടി മുകളിലായിരുന്നു വിമാനം. വിന്നിപെഗിലേക്ക് വിമാനം തിരിച്ചുവിടാനും അവിടെ ലാൻഡ് ചെയ്യാനും ക്യാപ്റ്റന് അനുമതി ലഭിച്ചു. പക്ഷേ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് വിമാനത്തിൻ്റെ അടുത്ത എഞ്ചിനും പ്രവർത്തനം നിലച്ചു. ഇന്ധനം തീർന്ന് വിമാനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതോടെ എമർജൻസി ലൈറ്റുകളും റേഡിയോ കമ്മ്യൂണിക്കേഷനും ഒഴികെയുള്ള മറ്റെല്ലാം പ്രവർത്തനരഹിതമായി. സമ്പൂർണ്ണ നിശബ്ദത. ഇങ്ങനെയാണ് ഈ അവസ്ഥയെ ക്യാപ്റ്റൻ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചത്. 10,000-ലധികം മണിക്കൂറുകൾ വിമാനം പറത്തിയ പരിചയമുണ്ടായിരുന്നു ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സൺ. എങ്കിലും ഇത്തരമൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വിമാനം അടിയന്തര ഘട്ടം നേരിട്ടാൽ പ്രവർത്തിക്കേണ്ട രീതികൾ പറയുന്ന എമർജൻസി ബുക്കിൽ പോലും ഈ സന്ദർഭത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. ഇതോടെ റോബർട്ട് പിയേഴ്സണും സഹപൈലറ്റും തങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി.
വിമാനത്തിന് പുറമെ ഗ്ലൈഡർ കൂടി പറത്തി മികച്ച പരിചയം റോബർട്ട് പിയേഴ്സന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ വായുവിൻ്റെ സഹായത്തോടെ വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് താഴെ ഇറക്കാനായി പൈലറ്റിൻ്റെ ശ്രമം. അതീവ അപകടം പിടിച്ച തീരുമാനമായിരുന്നു ഇതെങ്കിലും മറ്റൊരു വഴിയും ക്യാപ്റ്റന് മുന്നിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തു. അതിവേഗം താഴ്ന്ന വിമാനം വിന്നിപെഗ് വിമാനത്താവളം വരെ എത്തുമോ എന്ന കാര്യം സംശയമാണ്. ഇതോടെയാണ് സമീപത്ത് തന്നെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഗിംലി നാവിക വിമാനത്താവളം ലാൻഡിങ്ങിനായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ വിമാനത്തിൻ്റെ സ്ഥാനമോ വിമാനത്തിൻ്റെ നിലവിലെ ആൾട്ടിറ്റ്യൂഡോ വേഗമോ ഒന്നും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായതുമൂലം ലഭ്യമായിരുന്നില്ല. നാവികസേന ഓഫീസറായിരുന്നപ്പോൾ ഗിംലി വിമാനത്താവളത്തിൽ വിമാനം പറത്തിയ പരിചയത്തിലൂടെ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ പിയേഴ്സൺ ഏകദേശമൊക്കെ ഊഹിച്ചെടുത്തു. എന്നാൽ പിന്നീട് അവരെ കാത്തിരുന്നത് വൻ പ്രതിസന്ധികളായിരുന്നു. മണിക്കൂറിൽ ഏതാണ്ട് 250 മൈലായിരുന്നു വിമാനത്തിൻ്റെ ഗ്ലൈഡിംഗ് വേഗം. വിമാനത്തിൻ്റെ 3 വീലുകളും ഇതിനകം തന്നെ ലാൻഡിങ്ങിന് തയ്യാറാക്കിയിരുന്നു. ഒപ്പം വേഗം നിയന്ത്രിക്കുവാൻ ഉപയോഗിച്ചത് വിമാനത്തിൻ്റെ ചിറകുകൾക്ക് പുറകിലായി ഉണ്ടായിരുന്ന വിൻഡ് ടർബൈനായിരുന്നു. ഇതിൽ മുൻവശത്തെ വീലാണ് ആദ്യം പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഉറച്ചു നിൽക്കാതെ മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരുന്ന വീൽ ഉപയോഗിച്ച് ലാൻഡിംഗ് സാധ്യമല്ലെന്ന് ക്യാപ്റ്റന് വൈകാതെ മനസ്സിലാക്കി. ഇതോടൊപ്പം വിൻഡ് ടർബൈൻ താഴേക്ക് കൂടുതലെത്തി വേഗം കുറയുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. ഇതോടെ വിമാനം എങ്ങോട്ട് തിരിയുമെന്ന് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാകും. രണ്ടാമത്തെ പ്രതിസന്ധി എന്നത് ഉപയോഗിക്കാതെ കിടന്ന നാവികസേന വിമാനത്താവളം പ്രാദേശിക റേസിംഗ് മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ട്രാക്കാക്കി മാറ്റിയ കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ക്യാപ്റ്റനോ എയർ ട്രാഫിക് കൺട്രോളിൽ ഉള്ളവരോ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. വിമാനം ലാൻഡിങ്ങിനായി തയ്യാറെടുക്കുമ്പോൾ ഈ ട്രാക്കിൽ റേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിമാന റൺവേയും ട്രാക്കിൻ്റെ ഭാഗമായിരുന്നു. കൂടാതെ റേസിന് കാഴ്ചക്കാരായി നിരവധി പേർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇവരുടെ മധ്യത്തിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്, അതും സമ്പൂർണ്ണ നിശബ്ദതയിൽ. എഞ്ചിനുകൾ പ്രവർത്തിക്കാത്തതിനാൽ തൊട്ടടുത്ത് എത്തും വരെയും ഈ വിമാനം റേസിനായി എത്തിയവർ കണ്ടിരുന്നില്ല. ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് നിയന്ത്രണം വിട്ട വിമാനം ഇടിച്ചിറങ്ങിയത്. പക്ഷേ അത്ഭുതകരമായി സംഭവിച്ച 2 കാര്യങ്ങളാണ് ഒരു വലിയ ദുരന്തം ആയേക്കാമായിരുന്ന ഈ ലാൻഡിങ്ങിനെ ഏതാണ്ട് പൂർണ്ണമായും സുരക്ഷിതമാക്കി മാറ്റിയത്. ഒന്നാമതായി, നിയന്ത്രണം നഷ്ടപ്പെട്ട മുൻവശത്തെ വീൽ ലാൻഡിംഗ് സമയത്തെ ശക്തി മൂലം തിരികെ ഉള്ളിലേക്ക് പോയി എന്നതാണ്. ഇത് വിമാനത്തിൻ്റെ മുൻഭാഗം നിലത്തുരഞ്ഞ് വേഗം നിയന്ത്രിക്കുന്നതിന് സഹായിച്ചു. മാത്രമല്ല, ഇടിച്ച ശേഷം വിമാനത്തിൻ്റെ മുൻഭാഗം ഉയർന്നത് തുടർച്ചയായുള്ള ഉരസൽ ഒഴിവാക്കുകയും വേഗത്തിൽ തീപിടിക്കുന്നത് തടയുകയും ചെയ്തു. പിൻടയറുകൾ ഊന്നിയ വിമാനത്തിൻ്റെ മുൻഭാഗം വീണ്ടും താഴ്ന്നും ഉയർന്നും ഇടയ്ക്കിടെ ഉരസി വേഗം കുറയുന്നതിന് സഹായിച്ചു. കൂടാതെ പിൻവീലുകളിലെ ബ്രേക്ക് ശക്തമായി അമർത്തിയ പിയേഴ്സന്റെ തീരുമാനം ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ റൺവേക്ക് ഇരുവശവും റേസ് കാണാൻ തടിച്ചുകൂടിയവരുടെ നേരെ വിമാനം ഇടിച്ചു കയറിയില്ല. ഉരസലിൻ്റെ ഫലമായി വിമാനത്തിൻ്റെ മുൻഭാഗത്ത് നേരിയ തോതിൽ തീ പടർന്ന് കോക്പിറ്റിൽ പുക എത്തി എങ്കിലും വേഗം അതണഞ്ഞു. കൂടാതെ വളരെ വേഗത്തിൽ എമർജൻസി വാതിൽ വഴി യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ സാരമായ പരിക്ക് ഈ അപകടത്തിൽ സംഭവിച്ചില്ല എന്നതും ആശ്വാസകരമായി. എന്നാൽ ക്യാപ്റ്റൻ പിയേഴ്സനും സഹപൈലറ്റിനും പിന്നീടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഇന്ധനം ശ്രദ്ധിക്കാതിരുന്നതിന് അപകടകരമായ അശ്രദ്ധയുടെ പേരിൽ ക്യാപ്റ്റൻ പിയേഴ്സനെ അനിശ്ചിതകാലത്തേക്കും സഹപൈലറ്റ് ക്വിൻ്റലിനെ 6 മാസത്തേക്കും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇവർ അപ്പീൽ നൽകി തങ്ങളുടെ ജോലി തിരികെ വാങ്ങി എന്ന് മാത്രമല്ല, പിന്നീടുള്ള സർവീസിൽ ഏതാണ്ട് 7000 മണിക്കൂറോളം പിയേഴ്സൺ അപകടങ്ങൾ കൂടാതെ വിമാനം പറത്തുകയും ചെയ്തു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കാനഡ 143 വിമാനം സർവീസിൽ തിരിച്ചെത്തി. 25 വർഷങ്ങൾക്ക് ശേഷം 2008 ഈ വിമാനം സേവനം അവസാനിപ്പിക്കുന്നത്. 2014 വിമാനം പൊളിച്ചു വിൽക്കുകയും ചെയ്തു. ഏതായാലും ലോകത്ത് എല്ലാ പൈലറ്റുമാർക്കുമുള്ള ഒരു പാഠമാണ് എയർ കാനഡ 143യുടേത്. വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇന്ധനമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മറക്കരുതെന്ന വലിയ പാഠം ഈ സംഭവം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഗിംലി ഗ്ലൈഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനാപകടം ഇന്നും കാനഡയിലെയും അമേരിക്കയിലെയും എല്ലാ പൈലറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പാഠ്യവിഷയങ്ങളിൽ ഒന്നാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.